ഹലോ, ഹുക്സ് ആൻഡ് ഹോബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിഷു സ്പെഷ്യലായി കോസ്റ്റർ വിത്ത് യെല്ലോ കളർ ലില്ലി ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ വിഷുവിന് യെല്ലോ ഫ്ലവേഴ്സ് വെച്ച് വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിന് മൾട്ടി പർപ്പസ് യൂസസ് ഉണ്ട്. ഇതൊരു ഗിഫ്റ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊരു ബൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ട്രയാങ്കിൾ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് പിന്നീട് ഇതൊരു യാൺ അല്ലെങ്കിൽ റിബൺ വെച്ച് റാപ്പ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നൽകാവുന്നതാണ്. കൂടാതെ ഇതേപോലൊരു ഫ്ലവർ ബാസ്ക്കറ്റിൽ ഇട്ട് ഇത് ഡെക്കറേറ്റീവ് പീസസ് ആയിട്ടും വെക്കാവുന്നതാണ്. ഓക്കെ, ആവശ്യാനുസരണം യൂസിനനുസരിച്ചിട്ട് ഈ ബാസ്ക്കറ്റിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ദിസ് ബ്യൂട്ടിഫുൾ ക്രോഷേ. ഞാനിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ യാണാണ്. 5 mm ക്രോഷേ ഹൂക്കും. സോ ഫസ്റ്റ് നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. മാജിക് റിംഗ് ഉണ്ടാക്കാനുള്ള ഈസി ടെക്നിക്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ഫസ്റ്റ് ഒരു മാജിക് റിംഗ് ഉണ്ടാക്കുക, ഒരു മാജിക് സർക്കിൾ ഉണ്ടാക്കുക. അതിനുശേഷം ചെയിൻ 3 ചെയ്യുക. 1 2 3. പിന്നീട് ഈ മാജിക് റിങ്ങിലേക്ക് 12 ഡബിൾ ക്രോഷേ ചെയ്യേണ്ടതാണ്. സോ നമ്മൾ ഈ ഫസ്റ്റ് ചെയിൻ 3 ഒരു ഡബിൾ ക്രോഷയായി കൺസിഡർ ചെയ്യുന്നതല്ല. 12 ഡബിൾ ക്രോഷേ ചെയ്യുക. നമ്മളിവിടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ഫിനിഷ് ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് ഈ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി 11 മോർ ഡബിൾ ക്രോഷേസ് ഈ മാജിക് റിങ്ങിലേക്ക് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ 12 ഡബിൾ ക്രോഷേസ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും കൗണ്ടിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തിട്ട് നമ്പേഴ്സ് ഉറപ്പ് വരുത്താവുന്നതാണ്. അതിനുശേഷം മാജിക് റിങ് ക്ലോസ് ചെയ്യുക. ത്രെഡിൽ ടെയിൽ എൻഡിൽ വലിച്ച് റിങ് ചെറുതാക്കുക. പിന്നീട് ഈ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഡബിൾ ക്രോഷയുടെ മുകളിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് ക്ലോസ് ചെയ്യുക. റൗണ്ട് 2 ചെയ്യുന്നതിനായി ചെയിൻ 2 ചെയ്യുക. പിന്നീട് സെയിം സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യുക. സോ ഇതൊരു റൗണ്ട് ഓഫ് ഇൻക്രീസ് ആണ്, ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. നിങ്ങൾക്ക് ഓൾവേസ് ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. സോ അറ്റ് ദ എൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതിനുശേഷം ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ടു ദ സെയിം സ്റ്റിച്ച്. പിന്നീട് ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് വീണ്ടും ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. 1 2. വീണ്ടും ഒരു ചെയിൻ 1 ചെയ്യുക. ആൻഡ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ദിസ് ഈസ് റൗണ്ട് 2. സോ നമ്മൾ റൗണ്ട് 2വിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 1 മോർ സ്റ്റിച്ചാണുള്ളത്. സോ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 1 ആൻഡ് 2 more ഡബിൾ ക്രോഷേ ടു ദി ലാസ്റ്റ് സ്റ്റിച്ച്. നമുക്ക് ടോട്ടൽ ഒരു 24 ഡബിൾ ക്രോഷേ കിട്ടുന്നതാണ്. ചെയിൻ 1 ആഫ്റ്റർ എവറി 2 ഡബിൾ ക്രോഷേസ്. ഓക്കെ, സോ 2 ഡബിൾ ക്രോഷേ, ദെൻ ചെയിൻ 1 ആൻഡ് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം ആ ഡബിൾ ക്രോഷയുടെ മുകളിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൗണ്ട് 3. റൗണ്ട് 3 ചെയ്യാനായിട്ട് അഗെയിൻ ചെയിൻ 2 ചെയ്തതിന് ശേഷം ഈ സെയിം സ്റ്റിച്ചിലേക്ക് 1 ഡബിൾ ക്രോഷേ ചെയ്യുക. ആൻഡ് ടു ദ നെക്സ്റ്റ് സ്റ്റിച്ച് 2 ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക അടുത്ത സ്റ്റിച്ചിലേക്ക്. ഓക്കെ, ദെൻ ചെയിൻ 1 ആൻഡ് സ്കിപ്പ് ചെയ്യുക. ഈ ചെയിൻ 1 സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലേക്ക് എഗെയിൻ 1 മോർ ഡബിൾ ക്രോഷേ. ദെൻ നെക്സ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലേക്ക് 2 ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക.
ആഫ്റ്റർ ദാറ്റ് ചെയിൻ 1. ഈ ചെയിൻ 1 സ്പേസ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് അതിന് ശേഷം 2 ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. എഗെയിൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 1 ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ റൗണ്ട് 3യുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ 2 ഡബിൾ ക്രോഷേ പിന്നെ ചെയിൻ 1. ഇനി ലാസ്റ്റ് 2 സ്റ്റിച്ചസ് ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇവിടേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ഡബിൾ ക്രോഷേ. ചെയിൻ 2ലേക്കല്ല, ഈ ഡബിൾ ക്രോഷയിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എഗെയിൻ ചെയിൻ 2 ആൻഡ് ഡു എ ഡബിൾ ക്രോഷേ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഇത് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യാവുന്നതാണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവസാനം കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ത്രെഡ് ആയാലും സ്റ്റിച്ച് മാർക്കറായി യൂസ് ചെയ്താൽ മതി. സോ ഇവിടെ ഇപ്പം ഞാൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുക. അതിന് ശേഷം ഡബിൾ ക്രോഷേ ഇൻക്രീസ്. സോ ദിസ് ഈസ് എ round of double crochet, then a double crochet increase, or 2 double crochet then a increase. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഓക്കെ, ഈ ചെയിൻ 1 സ്പേസ് നെക്സ്റ്റ് സ്പേസ് സ്കിപ്പ് ചെയ്ത് ഡബിൾ ക്രോഷയുടെ സ്കിപ്പ് ചെയ്ത് ഡബിൾ ക്രോഷയുടെ മുകളിലായി വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുക. എഗെയിൻ ഡബിൾ ക്രോഷേ ടു ദ നെക്സ്റ്റ് സ്റ്റിച്ച്. നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിലായി 2 ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, എഗെയിൻ ചെയിൻ 1 ആൻഡ് കണ്ടിന്യൂ ദ പ്രോസസ്. റൗണ്ട് 4ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇനി 3 more സ്റ്റിച്ചസ് ആണ് റിമൈനിങ്. ഇവിടെ ഒരു ചെയിൻ 1, അതിനുശേഷം ഈ ചെയിൻ 1 സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് 2 ഡബിൾ ക്രോഷേസ്. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ഇൻക്രീസ്. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് പാറ്റേൺ. നിങ്ങൾക്ക് ഇവിടെ ഒരു പാറ്റേൺ രൂപപ്പെട്ട് വരുന്നതായിട്ട് കാണാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഈ കോസ്റ്ററിൻ്റെ ബേസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അടുത്ത റൗണ്ട് പോകുമ്പോഴേക്ക് ചെയിൻ 2 ചെയ്യുക. സെയിം സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ 3 ഡബിൾ ക്രോഷേസ് ചെയ്യുക. 4th സ്റ്റിച്ചിലേക്ക് വരുമ്പോഴേക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. പിന്നീട് ചെയിൻ 1, പിന്നെ ഒരു സ്പേസ്, ഒരു താഴെയുള്ള ചെയിൻ 1 സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഡബിൾ ക്രോഷേ ചെയ്ത് 3 ഡബിൾ ക്രോഷേസ്, then ഡബിൾ ക്രോഷേ ഇൻക്രീസ്. ഈ രീതിയിൽ റൗണ്ട് 5 ചെയ്യാം. പിന്നീട് അടുത്ത റൗണ്ട് എത്തുമ്പോഴേക്ക് 3 ഡബിൾ ക്രോഷേക്ക് വരും. 4 ഡബിൾ ക്രോഷേ ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് റൗണ്ട് 6 മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ റൗണ്ട് 4 വെച്ചിട്ട് നിർത്തുകയാണ്. സോ എനിക്കിവിടെ ടോട്ടൽ 48 ഡബിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇനി ഞാൻ ഈ ത്രെഡ് ഈ യാണ് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്തിട്ട് എൻഡ് ചെയ്യുകയാണ്. അതിന് ശേഷം ഞാൻ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ഈ എൻഡെല്ലാം വൃത്തിയായിട്ട് ബാക്ക് സൈഡിലേക്ക് വീവ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ,
ട്രിം ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഫസ്റ്റ് മാജിക് റിംഗ് ഉണ്ടാക്കിയ ടെയിലുണ്ട്, അതും ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഈ റൗണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഈ വൈറ്റ് യാൺ കൊണ്ടുള്ള പോർഷൻ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ വൈറ്റ് യാൺ കൊണ്ടുള്ള പോർഷൻ ഞാനിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വൈറ്റ് യാൺ വെച്ചുള്ള പോർഷൻസ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ യാണാണ്. അതിനായിട്ട് റാൻഡമായിട്ട് ഏതെങ്കിലും സ്റ്റിച്ച് ചൂസ് ചെയ്യുക. ഞാനിവിടെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് തന്നെ എൻഡ് ചെയ്തെടുത്തുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് സ്റ്റിച്ച് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ നീഡിൽ ഉള്ളിലേക്ക് കയറ്റുക. ഹുക്ക് മുകളിലേക്ക് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം ഗ്രീൻ യാണ് പുൾ ത്രൂ ചെയ്യുക ആ സ്റ്റിച്ചിലൂടെ. അതിനുശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഗ്രീൻ യാണ് വൈറ്റ് ബേസുമായിട്ട് അറ്റാച്ച് ആയിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ റൗണ്ട് 5 ആണ്. അതിനുശേഷം ചെയിൻ 5 ചെയ്യുക. 1 2 3 4 and 5. ചെയിൻ 5 ചെയ്തതിന് ശേഷം സ്കിപ്പ് 2 സ്റ്റിച്ചസ്. ഓക്കെ, 1 2 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എഗെയിൻ ചെയിൻ 5 1 2 3 4 and 5. then skip 2 stitches 1 2. തേർഡ് സ്റ്റിച്ചിലേക്ക് കൊണ്ടുവന്ന് സിംഗിൾ ക്രോഷേ ചെയ്യുക. എഗെയിൻ ചെയിൻ 5 സ്കിപ്പ് 2 സിംഗിൾ ക്രോഷേ ചെയിൻ 5. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മളങ്ങനെ റൗണ്ട് 5ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെയിൻ 5 ചെയ്യുക. 1 2 3 4 5. ഇവിടെ അതിന് ശേഷം 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൗണ്ട് 5 ഫിനിഷ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് റൗണ്ട് 6. റൗണ്ട് 6 ചെയ്യുന്നതിനായിട്ട് ആദ്യം ഒരു ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ സ്പേസിലേക്ക് നമ്മുടെ നീഡിൽ പ്ലേസ് ചെയ്യുക. പിന്നീട് ഒരു സിംഗിൾ ക്രോഷയാണ് ഈ സ്പേസിലേക്ക് ചെയ്യേണ്ടത്. സോ ഈ ടെയിലെൻഡും കൂടെ വീവ് ചെയ്ത് പോകുന്നതിനായി ടെയിലെൻഡ് ഈ സിംഗിൾ ഹുക്കിൻ്റെ ടോപ്പിലേക്ക് പ്ലേസ് ചെയ്യുക. പിന്നീട് ഒരു സിംഗിൾ ക്രോഷേ ഇൻറ്റു ദി ചെയിൻ സ്പേസ്, സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിന് ശേഷം ചെയിൻ 3 then double crochet, then again double crochet. Before that chain 1 double crochet. So ഈ double crochet chain 1 5 times ചെയ്യേണ്ടതാണ്. Again one more double crochet, chain 1, double crochet. So 1 2 3 4. One more chain 1, double crochet. ഓക്കെ, സോ ഇവിടെ ചെയിൻ 3 ഫസ്റ്റ് ചെയ്തു. ദെൻ 1 2 3 4 5. ഇതിന് ശേഷം ചെയിൻ 3 ചെയ്യുക. പിന്നീട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. സെയിം ചെയിൻ 5 സ്പേസിലേക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് ശേഷം നമുക്ക് ഈ ബാക്കിൽ വീവ് ചെയ്ത എൻഡ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ചെയിൻ 5 സ്പേസിൽ നമ്മൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് ചെയിൻ 3 ചെയ്തു. ദെൻ ഡബിൾ ക്രോഷേ ചെയിൻ 1 ഡബിൾ ക്രോഷേ 1 2 3 4 5. ദെൻ ചെയിൻ 3 ആൻഡ് എ സിംഗിൾ ക്രോഷേ. സോ അതിന് ശേഷം
നമ്മളൊരു ചെയിൻ 5 സ്പേസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ചെയിൻ 5 സ്പേസിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് എൻറ്റർ ചെയ്യുക. പിന്നീട് ഇവിടെ ഒരു ലീഫ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ചെയിൻ 7 ചെയ്യുക. 1 2 3 4 5 6 ആൻഡ് 7. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ചെയിൻ 4ൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. 1 2 3 4. ചെയിൻ 4ൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നീട് ഒരു ചെയിൻ 3 ചെയ്യുക. 1 2 3. ഓക്കെ. അതിനുശേഷം സിംഗിൾ ക്രോഷേ ടു ദി ചെയിൻ 5 സ്പേസ്. Then again single crochet to the next chain 5 space, chain 3 and repeat the process. Okay, chain 3, double crochet, chain 1. So total നമുക്കിവിടെ ഒരു 5 double crochets in between these chain 3s വേണം. Okay, chain 1 double crochet, chain 1 double crochet, chain 1, one more double crochet, then chain 3, 2 and 3, then single crochet into this chain 5 space. Okay, then again single crochet into next chain 5 space, chain 7, 1 2 3 4 5 6 and 7, then slip stitch to the back of chain 4, 1 2 3 4, tighten, then chain 3 2 3, then single crochet to the chain 5 space. Again ഈ പ്രോസസ്സ് ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ റൗണ്ട് 6ൽ എൻ്റെ ലാസ്റ്റ് ചെയിൻ 5 സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മളൊരു ലീഫാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷേ, ചെയിൻ 7, 1 2 3 4 5 6 and 7. അതിന് ശേഷം 4th സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് സിംഗിൾ ക്രോഷേ, 1 2 3 4. 4th സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് ടൈറ്റൻ ചെയ്യുക. അതിന് ശേഷം ചെയിൻ 3 2 3 എന്നിട്ട് സിംഗിൾ ക്രോഷേ ഇൻറ്റു സെയിം ചെയിൻ 5 സ്പേസ്. പിന്നീട് സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ചെയിൻ 1, ഇവിടെ തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത ചെയിൻ 1ലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഒരു ചെയിൻ 1 ചെയ്ത് നമുക്ക് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാം. അതുപോലെ ഈ യാണും കട്ട് ചെയ്യാവുന്നതാണ്. ഗ്രീൻ യാൺ വെച്ചുള്ള പോർഷൻ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അതിന് ശേഷം യാണിൻ്റെ എൻഡ് ബാക്കിലേക്ക് നമുക്ക് വീവ് ചെയ്ത് സെക്യൂർ ചെയ്യാൻ ഫോർ എ നീറ്റ് ഫിനിഷ്. നമുക്ക് ഈ എഡ്ജ് കട്ട് ചെയ്യാം. സോ നമ്മുടെ റൗണ്ട് 6 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്.
നെക്സ്റ്റ് നമ്മൾ റൗണ്ട് 7 ആണ് ചെയ്യാനായി പോകുന്നത്. ഇത് നമ്മൾ ഫ്ലവറാണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ യെല്ലോ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ചെയിൻ 6 ഡബിൾ ക്രോഷേ ചെയിൻ 1 ചെയ്ത സ്പേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫസ്റ്റ് സ്പേസിലേക്ക് യാണ് അറ്റാച്ച് ചെയ്യുക. യെല്ലോ കളർ യാൺ അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം ചെയിൻ 2 ചെയ്യുക. ഓക്കെ, പിന്നീട് ഒരു പഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 6 ടൈംസ് ആണ് യാൺ ഓവർ ചെയ്യുന്നത്. ഓക്കെ, 1 2 ഹൈറ്റിലേക്ക് കൊണ്ടുവരിക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഓക്കെ, 3 4 5 and 6. അതിനുശേഷം yarn over and pull through all the loops, then ഒരു ചെയിൻ ചെയ്യുക. ഓക്കെ, ഈ സെയിം പ്രോസസ്സ് എല്ലാ സ്പേസിലേക്കും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 പഫ് സ്റ്റിച്ചസ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് സ്പേസിലേക്ക് yarn over and pull up, സെയിം ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓക്കെ, അതിനുശേഷം pull through, yarn over and pull through all the loops in the hook. Okay, then a chain 1. ഈ പ്രോസസ്സ് എല്ലാ ചെയിൻ 1 സ്പേസിലും ചെയ്യുക. അങ്ങനെ നമുക്ക് 6 പഫ് സ്റ്റിച്ചസ് കിട്ടുന്നതാണ്. നമ്മളിവിടെ 5 പഫ് സ്റ്റിച്ചസ് ചെയ്തിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് വൺ ആ ചെയിൻ 3 സിംഗിൾ ക്രോഷേ ചെയ്ത് ആ സ്പേസിലേക്കാണ് ചെയ്യുന്നത്. അവിടേക്ക് 1 2 3 4 5 and 6. അതിനുശേഷം yarn over and pull through all the loops. ഓക്കെ, and chain 1. ഓക്കെ, അങ്ങനെ നമ്മുടെ പഫ് സ്റ്റിച്ചസ് എല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം ഇത് തിരിക്കുക. ഓക്കെ, തിരിച്ച് വരുമ്പോൾ ഒരു ഫ്ലവർ പാറ്റേൺ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ഫസ്റ്റ് പഫ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്തിരുന്നു. ആ ചെയിൻ 1ലേക്ക് വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് റൗണ്ട് 8. അതിനായി ചെയിൻ 3 ചെയ്യുക. 1 2 3. അതിനുശേഷം ഒരു ഡബിൾ ക്രോഷേ ഇൻറ്റു ഈ നെക്സ്റ്റ് സ്പേസിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പഫ് സ്റ്റിച്ചിൻ്റെ നെക്സ്റ്റ് സ്പേസിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ചെയിൻ 3 ചെയ്യുക. 1 2 3. പിന്നീട് ഈ സ്പേസിലേക്ക് ഒക്കെ വന്ന് സിംഗിൾ ക്രോഷേ ചെയ്യുക. again double crochet into this same chain space. ഓക്കെ, 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലേക്ക് 1 more time ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 3 ചെയ്യുക. 1 2 3. again do a single crochet, then again a double crochet to the next 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്. അവിടേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 3 ചെയ്യുക. ബാക്കിലേക്ക് വന്ന് 2 ഡബിൾ ക്രോഷയുടെ ഇടയ്ക്കുള്ള സ്പേസിലേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എഗെയിൻ എ ഡബിൾ ക്രോഷേ ഇൻറ്റു ദി സെയിം 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്. ചെയിൻ 3. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. We will meet at the end. Okay,
നെക്സ്റ്റ് സ്പേസിലേക്ക് ഡബിൾ ക്രോഷേ, ചെയിൻ 3, സിംഗിൾ ക്രോഷേ. ഇത് റിപ്പീറ്റ് ചെയ്യും. സോ നമ്മളിവിടെ നമ്മുടെ ലാസ്റ്റ് പഫ് സ്റ്റിച്ചിൻ്റെ അവിടെയും 2 ഡബിൾ ക്രോഷേ, ചെയിൻ 3 ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം ഈ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കോട്ട് ഫൈനലി നമ്മുടെ ഡബിൾ ക്രോഷേ ചെയ്യുക. അതിന് ശേഷം ചെയിൻ 3 ചെയ്യുക. പിന്നീട് സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം ഐദർ ഈ ചെയിൻ 3 തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ യാൺ കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നീഡിൽ യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. നീഡിലെടുത്തിട്ട് ഇവിടെ ലാസ്റ്റ് ചെയിൻ 3യിലേക്ക് കടത്തി ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു നല്ല ഫിനിഷിങ് കിട്ടുന്നതാണ്. എനിവേ നമ്മൾ ഈ എൻഡ് ത്രെഡ് വീവ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് വേണേൽ അവിടെ ഒരു നോട്ട് ഇട്ട് കുറച്ചും കൂടെ സെക്യൂർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ടൈറ്റൻ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫ്ലവർ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ശേഷം എഡ്ജ് ട്രിം ചെയ്യുക. സോ ഇതാ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മുടെ ഫ്ലവർ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലുക്കായിരിക്കും ഉണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് ഐദർ സെയിം കളർ യൂസ് ചെയ്തിട്ട് എല്ലാ ഡബിൾ ക്രോഷേ 6 ഡബിൾ ക്രോഷേ ചെയിൻ സ്പേസ് ചെയ്തെടുത്തേക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം, കളർഫുള്ളാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കോസ്റ്റ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ എൻഡ് ചെയ്യുന്നത്, ഫ്ലവർ എൻഡ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരുന്നതാണ്. സോ നമ്മളിവിടെ ലാസ്റ്റ് ഡബിൾ ക്രോഷേ ചെയിൻ 3 ചെയ്യുകയാണ്. അതിന് ശേഷം ഇവിടേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നീട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് യാൺ കട്ട് ചെയ്യുക. ചെയിൻ 1 വെച്ച് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ ബാക്കിലേക്ക് ഇത് വീവ് ചെയ്ത് സെക്യൂർ ചെയ്യുക. ബാക്കിലേക്ക് വീവ് ചെയ്യുക. അതിനുശേഷം എഡ്ജ് കട്ട് ചെയ്ത് ട്രിം ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയും നമുക്ക് ഫ്ലവർ ചെയ്ത് നീറ്റ് ഫിനിഷ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഓക്കെ, ഈ കോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഈ കോസ്റ്റർ യെല്ലോ ഫ്ലവേഴ്സിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇട കലർത്തി ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാക്കാം. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഓൾസോ ഈ മിഡിൽ പാർട്ട്, ഈ വൈറ്റ് പാർട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് യാൺ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നീട് ഈ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതൊരു ബ്ലാങ്കറ്റ് രീതിയിലും ഉണ്ടാക്കാവുന്നതാണ്. Hope you all liked the video. Please do like, share and subscribe. Thank you.